കംതിരി അമ്മയ്ക്കാട്ടോ തീപ്പെട്ടി. ഇന്ന് അവിടെ വീട്ടിലെ കരോള് വരുവേ, കത്തോലിക്ക പള്ളിയിൽ കരോള് വരും. അപ്പോൾ നമ്മൾ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ്. പിന്നെ ഇത് രണ്ടും പ്രസന്ന ചേച്ചി കൊണ്ട് തന്നതാട്ടോ. നമ്മുടെ പ്രസന്ന ചേച്ചി ഈ ആഴ്ചയിൽ പാലക്കാടിന് പോകുന്നുണ്ട്, മോളുടെ അടുക്കലോട്ട് പോവാണ്. അപ്പം ലക്ഷ്മി ചേച്ചിയുടെ അടുക്ക കയറും ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി 2 കൂട്ടം സാധനം, എന്താ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ കൊതി പറയുന്ന 2 കൂട്ടം സാധനങ്ങളുണ്ട് ലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രസന്ന ചേച്ചിയുടെ കൊടുത്തു വിടും. അപ്പം ചേച്ചി അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പം എനിക്ക് കൊണ്ടു തന്നതാണ് പ്രസന്ന ചേച്ചി കേട്ടോ. ഇത് നിറച്ചും മിൽക്കി ബാറാണ്. മോനുകുട്ടനും ജാലിക്കുട്ടിക്കും കുഞ്ഞോനും എല്ലാവർക്കും കൂടെ കേട്ടോ. ഇനി ഇതെന്തുവാണെന്ന് ഞാൻ നോക്കിയില്ല, നോക്കട്ടെ. ചേച്ചി വന്ന് കുറേ സമയം അവിടെ ഇരുന്നു, സംസാരിച്ചു, ചിരിച്ചു. എള്ളുണ്ടാ, പിന്നെ കേക്ക്, മാർബിൾ കേക്ക്, പിന്നെ ഇതൊക്കെ നമുക്ക് ഇനിയിപ്പം കുക്കുമൊക്കെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് തന്നെ ഇനിയും പറ്റത്തില്ല, അമ്മയെ തന്നെ ആക്കിയിട്ട് പോകാനൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട്. ഡോക്ടർ ഇന്നലെ നമ്മൾ ന്യൂറോളജിയെ കണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ബ്രെയിനിലെ വെയിൻസും സെൽസും ഏജ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചുരുങ്ങുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പം തനിയെ വിടാതിരിക്കുക, അടുക്കളയിലധികം ജോലികളൊന്നും ചെയ്യണ്ട, യാത്രയൊക്കെ കുറയ്ക്കണം, തനിച്ചുള്ള യാത്രകളൊക്കെ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തനിയെ ഇരുത്താൻ ഒരു പേടിയും വിഷമമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുക്കു ഇങ്ങ് പോരുന്നു. കുക്കു കുഞ്ഞാനിക്കുട്ടി മുഞ്ഞോനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുക്കു ജോലിയൊക്കെ വിട്ടു. കുഞ്ഞുങ്ങളെ നോക്കണം, അമ്മയ്ക്കും വയ്യ, അതുകൊണ്ട് ജോലിയൊക്കെ വിട്ടു. ഇപ്പം അപ്പുറത്തുണ്ട്. ഞാൻ അവിടെ കയറാൻ നേരത്തെ അവിടെ എല്ലാം കഥ അടച്ചിട്ടേക്കുന്നത് ഞാൻ ഇങ്ങോട്ട് പോരുന്നു. മോനുകുട്ടൻ ട്യൂഷന് പോയേക്കുന്നു. ഞാനപ്പോൾ വിചാരിച്ച അമ്മയ്ക്ക് കുറച്ച് മരുന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ മറന്നുപോയി. ഇവിടെ നമ്മുടെ ചേട്ടൻ്റെ കസിൻ്റെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്, അവിടെ വന്ന് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട്. 2 ദിവസത്തേക്കുള്ളത് വാങ്ങിച്ചു, ബാക്കി ഇനി അവിടെ നിന്ന് തന്നെ മേടിക്കാൻ നോട്ടെ. അപ്പോൾ അതൊക്കെ കൊടുക്കണം, ഇതെല്ലാം കൊണ്ട് കൊടുക്കണം. പിന്നെ ഇന്ന് അടുക്കളയിൽ ചോറ് ഇരിപ്പുണ്ട്, മോരുകറിയുണ്ട്, മീൻ വറക്കാനുണ്ട്. ഞാനൊന്നും വെക്കുന്നില്ല. വേറെ കുറച്ച് ജോലികൾ പെൻഡിങ് ആണ്. നമ്മൾ ഈ ഒരു ദിവസം ജോലിക്ക് പോകാതിരുന്നാൽ അവിടുത്തെ ജോലികൾ കണ്ടമാനം നമുക്ക് പിന്നെ ഇരട്ടിച്ച് കളയാം. ഇന്ന് അതുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു ശകലം പോലും എനിക്ക് സമയം കിട്ടിയില്ല. അതിനോട് പിന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമറുടെ മരുന്ന് ഇന്ന് കൊണ്ടുവരണമായിരുന്നു. അതൊരു വലിയ ചടങ്ങാണ് കേട്ടോ. കാരണം 2 പ്രിസ്ക്രിപ്ഷനാണ്. അത് 2ലും പട്ടാളത്തിൻ്റെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന മെഡിസിൻസ് ഉണ്ട്. അതല്ലാത്തത് നമ്മൾ സെലക്ട് ചെയ്ത് വേടുന്നതൊക്കെ അത് നോക്കിക്കണ്ടൊക്കെ ഒരുപാട് സമയം ചിലവഴിച്ചാലേ ബില്ലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ പുറകെയായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ 2 ദിവസം ചെല്ലാതിരുന്നപ്പോഴത്തേക്കുള്ള പർച്ചേസ് ബില്ല് കുറേ എൻട്രി ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് അവിടെ മുഴുവൻ സമയം ജോലിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. വേറെ കുറച്ച് ജോലികളൊക്കെ എൻ്റേതായിട്ടുള്ളത് ഈ ഫോണിനകത്ത് ചെയ്യേണ്ടതൊക്കെ പെൻഡിങ് കിടപ്പുണ്ട്. ഓർഡർ വന്നതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പം നെക്സ്റ്റിലെ കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുക്കളയിൽ ഇന്നത്തെ പാചകം സ്റ്റോപ്പ്. അത്യാവശ്യം കറികളൊക്കെ ഇരിപ്പുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എന്താ പറയുന്നത്, അമ്മയ്ക്ക് ഇതെല്ലാം കൊണ്ട് കൊടുത്ത് മോനുകുട്ടൻ ട്യൂഷന് പോയേക്കുന്നു. ട്യൂഷന് പോകാൻ മടിയായിരുന്നു, പിന്നെ പോയി. ഇനിയിപ്പം പോയി വിളിച്ചിട്ട് വരണം. അപ്പം ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് അപ്പുറത്ത് പോയി ജാനിക്കുട്ടിയും കുഞ്ഞോനെയൊക്കെ കണ്ട് നമുക്ക് വണ്ടിയൊക്കെ വെച്ച് മോനുകുട്ടനെയൊക്കെ വിളിച്ചിട്ട് തിരിച്ചു വരാം. ഏതായാലും അവിടെ ആ ക്യാരറ്റ് മേടിച്ചോ? ക്യാരറ്റും കുക്കുംബറും മേടിച്ചോ? ക്യാരറ്റ് ബർഗറിനകത്ത് വെക്കാനാ. കുക്കുംബർ ശരിയാ, കുക്കുംബർ വേണ്ടേ പിസക്കകത്ത്? ബർഗറിനകത്ത് അല്ല, ക്യാബേജ് മേടിക്കാൻ എന്നോട് പറഞ്ഞായിരുന്നു. ക്യാബേജാ? കുക്കുംബർ ബർഗറിനകത്തൊന്നും വെക്കത്തില്ല. കുക്കുംബർ ഒന്നും അല്ല. അതുമല്ല കുക്കുംബർ. അതുകൊണ്ടതാ
അത് കണ്ണ് കാണാത്ത കുക്കുംബർ ഏതാന്ന് പോലും അറിയത്തില്ല. കുക്കുംബർ ഉം. കിലോ ആണോ അത്? രണ്ട് മൂന്നെണ്ണം ഇട്. എനിക്കാ കഴിക്കുമെങ്കിൽ. അല്ല ഇന്ന് ബർഗറിനകത്തൊക്കെ മതി. നാരങ്ങ വേണ്ടേടാ? ശരി, ഇതൊക്കെ വേണ്ടേ? നാരങ്ങയൊക്കെ വേണ്ടേ? ബർഗറിനകത്തേക്ക് നാരങ്ങ ഒന്നും വേണ്ട. അറിയത്തില്ല, അവൻ ഉണ്ടാക്കട്ടെ. ഇത് മേടിക്കണോ? ആ നിനക്ക് വേണം മേടി. എനിക്ക് വേറെ എല്ലാത്തിനും വിലയാ, നല്ല വില. ഇതിനെക്കാട്ടി വില, അത് ഉറപ്പാ. അത് പഴുത്തതാണോ അതിന് പൈനാപ്പിള്? ഇത് കണ്ടോ? ഓ വേണോ? ഇത് പഴുത്തയാണ്. എനിക്ക് ഇത് പഴുത്തേ എടുക്കണോ? വേടീര് എടുക്കണോ? ഞങ്ങള് വലിയ പച്ചക്കറി കട, വലിയ പച്ചക്കറി. പച്ചക്കറി മേടിക്കാൻ ഇറങ്ങിയതാ. കുക്കുംബർ ഏതാന്നറിയത്തില്ല, പൈനാപ്പിൾ ഏതാന്നറിയത്തില്ല. ആർക്കറിയാത്ത ഞാൻ കുക്കുംബർ എന്തെന്ന് ചോദിച്ചപ്പോ അങ്ങോട്ട് കാണിച്ചു ഏത് വലിയ സാധനം എടുത്ത് കുക്കുംബർ 160 ഇല്ല. അവനോട് വിളിച്ചു പറയടാ, ഞാൻ അവൻ കൈ കൊടുത്തോളാം. അല്ല, എനിക്ക് 160 രൂപ ഇട്ടേ അമ്മേ, ഞാൻ ബാക്കിയുള്ളത് അയച്ചു തരാം. നീ അയക്കുന്ന കഥയൊന്നും പറയണ്ട, നീ കൂടുതൽ അയക്കൊന്നും വേണ്ട. അല്ലല്ല, 160 ഇടും ഞാൻ സീരിയസ് ആയിട്ട്. ബാക്കിയുള്ളത് എത്രയാന്ന് ഞാൻ പറയാം. ഇതിനകത്ത് നമ്മുടെ അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. 160 ഇട്. ഓക്കേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിട്ടിപ്പോ എവിടെയാ നിൽക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഇല്ല ഇല്ല, അവർക്ക് വേറെ ഇല്ല. ഷർട്ടൊക്കെ ഇട്ടോ, ഷർട്ടൊക്കെ ഇട്ടോ. കരോള് വരുന്നു, നിർത്ത. കുഞ്ഞോ കുഞ്ഞോ, ക്രിസ്മസ് അപ്പൂപ്പ വരുന്നെന്ന്. കുഞ്ഞോ, ക്രിസ്മസ് അപ്പൂപ്പ. കുഞ്ഞിനെ പിടിച്ചോ, കുഞ്ഞു കുന്തളി. ചായ കുടിച്ചു. ഹലോ, മഴയില്ല. എന്താ പറ്റി? എന്തിനാ വിളിച്ചേ? ഹലോ, കഴിഞ്ഞോട്ടൊന്നും അവിടെ കയറിയിരുന്നു എഴുതി. ആ പുള്ളിയാണ് നിൽക്കുന്നത്. അല്ല, ഫാദറിന് വന്നില്ല. അവര് വണ്ടിയിലല്ലേ. ഇനി വരും, ഇനി വരും. അല്ലേ, അതല്ല കുഞ്ഞു എല്ലാവരും സ്വീകരിക്കാൻ പറഞ്ഞ കാണുമ്പോ വീട് അവരുടെ കണ്ട് കേട്ടോ. അവിടെ നിന്നോട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചോണേ കുഞ്ഞെ. മോനിക്കുട്ട, യോ കേറിപ്പോണ.
കുഞ്ഞോ ടാറ്റാ ടാറ്റാ പറഞ്ഞേ. മാമി അങ്ങോട്ട് പോവാ. ടാറ്റ. ബാഗ് എടുക്ക. എടുത്തോണ്ട് പോവാ, എനിക്ക് വയ്യ. രാവിലെ സ്കൂളിൽ പോകണമെങ്കിൽ ബാഗ് എടുക്ക. കരോള് വന്നിട്ട് പോയി. ഒന്ന് ഞാൻ മറന്നുപോയായിരുന്നു. അമ്മ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ന് കരോള് വരുവന്നേ. മറന്നുപോയി. ഇപ്പോഴാ പോയത്. മാമിയൊക്കെ അവിടെ ഉണ്ട്. മാമി കുറച്ച് കഴിയുമ്പോൾ പോവും. പിന്നെ കുക്കും അവിടെ ഉണ്ട് അമ്മയുടെ കൂടെ. പിന്നെ 8 മണി 8:15 ആയി. ചോറുണ്ണാന്ന് വിചാരിച്ച് 2 കഷ്ണം മീൻ ഇരിപ്പുണ്ട്. അത് വറുത്ത് ചോറുണ്ണാം. ലോങ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ നെസ്റ്റിലെ ഓർഡർ കുറേ പേര് റേറ്റ് ചോദിച്ചും ഡീറ്റെയിൽസ് ചോദിച്ചും ഒക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ മറുപടി കൊടുക്കണം. ഫോട്ടോ അയച്ചു കൊടുക്കാനുണ്ട് 2-3 പേർക്ക്. ഈ ടോപ്പിൻ്റെ അല്ല, നൈറ്റിയുടെ. ഇനിയും അമ്മമാർക്കുള്ള നൈറ്റിയില്ലേ, ലോങ് നൈറ്റിയില്ലേ, അതിൻ്റെ എൻ സ്റ്റൈൽ മോഡല്, മാനസ കട്ട്, നല്ല അടിപൊളി ചുരിദാർ കട്ടൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി കളേഴ്സില് ക്രിസ്മസ് കളക്ഷൻസും ഉണ്ട്. അല്ലാത്ത നല്ല കളർ കോമ്പിനേഷനിലുള്ള കുറേ നൈറ്റീസ് വരുന്നുണ്ട്. നാളെ വരും മിക്കവാറും. അപ്പം ഞാൻ വീഡിയോ ഇടാം. അതിന് മുമ്പ് കുറേ ചുങ്കിടിയുടെയും ബാത്തിക് പ്രിന്റിന്റെ ഫ്രോക്ക് നൈറ്റീസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഇവിടെ 2-3 ദിവസം ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് ആയി പോയത് കൊണ്ട് മൊത്തം താളം തെറ്റി കിടക്കുവാണ്. അതുകൊണ്ടാണ് പലരുടെയും മെസ്സേജുകൾക്കൊന്നും മറുപടി കൊടുക്കാനും ഒന്നും പറ്റാതെ പോയത്. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മളൊരു ട്രാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില തടസ്സങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് നിൽക്കേണ്ടി വരും അല്ലേ. ചിലപ്പോൾ ഇച്ചിരി വേഗത കുറഞ്ഞു വരും. അതുകൊണ്ടാണ് കേട്ടോ, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുറേ പേരൊക്കെ മെസ്സേജ് അയക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പം എല്ലാവർക്കും ഉള്ള മറുപടിയായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നത് കൊണ്ടാണ്. വന്ന വഴിക്ക് കണ്ണിൽ ഏതാണ്ട് ഒരു ഈച്ച ഏതാണ്ട് വന്ന് ഇങ്ങനെ ആഞ്ഞടിച്ച് ഭയങ്കര നീറ്റിലും വേദനയാണ്. വണ്ടി അവിടെ അങ്ങ് നിർത്തി ഞാൻ. അതുപോലെ അങ്ങ് ഭയങ്കര ഒരു ഇതായിപ്പോയി. ഇപ്പോഴും നീറുന്നേ, കുത്തിപ്പറിക്കത്തില്ല, അതേപോലെ ഇങ്ങനെ നീറുന്നു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.